നമുക്ക് ഇന്ന് ജന്മഭൂമിയിലേക്ക് വന്നാൽ മനോഹരമായ ലേഔട്ടാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജ് ചെയ്തിരിക്കുന്നത്. നിളാതീരത്ത് സേവാഭാരതിയുടെ ശുചീകരണ യജ്ഞം എന്നുള്ള നിലയിൽ ഒന്നാം പേജിൽ തന്നെ ഏകദേശം അര പേജ് തന്നെ നിള നദിയിലേക്ക് ഇറങ്ങി നിന്ന് ശുചീകരണ യജ്ഞം പൂർത്തിയാക്കിയ വാർത്ത. അതായത് നിളാതീരത്ത് സേവാഭാരതിയുടെ ശുചീകരണ യജ്ഞം ഈ മണൽത്തിട്ടിൽ ചവിട്ടുന്നതിന് മുമ്പ് നാം ഇതിനൊന്ന് നമോവാകം ഓതുക എന്നുള്ള ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിവചനം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ കുംഭമേള കേരളത്തിൽ നടത്തിയ ലക്ഷങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ എത്തി നിളാതീരത്ത് ശുചീകരണ യജ്ഞമാണ് ഇന്നലെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൻ്റെ മനോഹരമായ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തലക്കെട്ടായിട്ട് വന്നിട്ടുള്ളത് അറസ്റ്റിന് സാധ്യത എന്നുള്ളതാണ്. കടകംപള്ളിയെയും പോറ്റിയെയും ED ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. കടകംപള്ളിയെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 1-2 തവണ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു, പക്ഷേ അറസ്റ്റിലേക്ക് പോയിട്ടില്ല. ED ആ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള വാർത്ത ജന്മഭൂമി വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ക്രൈസ്തവ സഭയെ തകർക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു. മാർ ആൻഡ്രൂസ് താഴത്താണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ക്രൈസ്തവ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാനും സഭയുടെ ഐക്യം തകർക്കാനും പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചതായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ദീപിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആൻഡ്രൂസ് താഴത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. വളരെ കേരളത്തെ സംബന്ധിച്ച് ഒരു സഭയുടെ നേതൃതലത്തിലുള്ള ഒരാൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് വളരെ പ്രാധാന്യമുള്ള വാർത്തയാണ്. പക്ഷേ മറ്റു പത്രങ്ങളൊക്കെ ഇത് ഏത് പേജിലാണ് കൊടുത്തത് എന്ന് അന്വേഷിച്ച് നോക്കേണ്ടതുണ്ട്. ജന്മഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയലും ഞാൻ നേരത്തെ പറഞ്ഞ ആ വാർത്തയോട് ചേർന്ന് നിൽക്കുന്നതാണ്. നിള പോലെ ഒഴുകിയെത്തിയ സാംസ്കാരിക പ്രവാഹം എന്നുള്ളതാണ്. അതായത് നിളാ നദിക്കരയിൽ നടന്ന കുംഭമേളയെ പറ്റിയാണ് ഇന്നത്തെ വളരെ സുദീർഘവും എന്നാൽ വളരെ ആധികാരികവുമായ എഡിറ്റോറിയലാണ് ഇന്ന് ജന്മഭൂമി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മാതൃഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പേജ് ഒരു മുഴുനീളൻ പരസ്യമാണ്. എന്തായാലും പ്രധാന പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്വാഭാവികമായും ഇന്ത്യ-US വ്യാപാര കരാർ തന്നെയാണ്, പാർലമെൻറ്റൊക്കെ തന്നെയാണ്. എങ്കിലും ഞാൻ പരിശോധിക്കുന്നത് രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു മണിപ്പൂരിൽ ഖേംചന്ദ് മുഖ്യമന്ത്രി. മണിപ്പൂരിലെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. 1 വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം മണിപ്പൂരിൽ യുംനാം ഖേംചന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇംഫാൽ ലോക് ഭവനിൽ ഗവർണർ അജയ് കുമാർ ഭല്ല സത്യവാചകം ചൊല്ലിക്കൊടുത്തു എന്നുള്ള വാർത്ത പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ മെയിൻ പേജിൽ ഫസ്റ്റ് പേജിൽ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അവരുടെ ഒരു എഡിറ്റോറിയലിലേക്ക് പോയി കഴിഞ്ഞാൽ മണിപ്പൂരിലെ പ്രതീക്ഷ തന്നെയാണ് എഡിറ്റോറിയൽ എന്നുള്ളതാണ്. രക്തരൂക്ഷിത കലാപം നടന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് പുതിയ സർക്കാർ അധികാരമേറിയത് നല്ല കാര്യം തന്നെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനത്ത് ജനകീയ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചുകൊണ്ട് മാതൃഭൂമി എഡിറ്റോറിയൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ ചെറിയൊരു സബ് ഹെഡ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സിലാക്കി പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഇപ്പോഴത്തെ സമാധാനം ഉപരിതല കാഴ്ച മാത്രമാണ് എന്നുള്ളതാണ്, രാഷ്ട്രീയമാണ്. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജിൽ തന്നെ പരിശോധിച്ചാൽ സ്റ്റേഷനുകൾ സ്വപ്നങ്ങൾ, ശബരി റെയിൽപാതയാണ് വിഷയം. തടസ്സങ്ങളെല്ലാം നീങ്ങി ശബരി റെയിൽപാത വീണ്ടും ഉണരുമ്പോൾ 1/4 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ് തീരുന്നത്. തലസ്ഥാനം വരെ 3 ഘട്ടമായി എത്തുന്ന പാതയുടെ ആദ്യ ഘട്ടമാണിത്. അങ്കമാലി എരുമേലി പാത തീർത്ഥാടകർക്ക് മാത്രമല്ല മലയോര ജനതയ്ക്കും പ്രയോജനകരമാണ്. പാതയിലെ 14 സ്റ്റേഷനുകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേഷനുകളുടെ പ്രാധാന്യം, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാം തന്നെ വിശദീകരിച്ചുണ്ട് മാതൃഭൂമി, അല്ലേ? അതെ, മനോരമയിലേക്ക് വന്നാൽ ശബരി പാത തന്നെയാണ് മനോരമയുടെ പ്രധാനപ്പെട്ട തലക്കെട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിപാത ട്രാക്കിലേക്ക് എന്ന് കൊടുത്തിരിക്കുന്നത് മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഏത് കളറും അവർക്ക് ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഈ മഞ്ഞ ഉപയോഗിച്ചതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. അറിയാമോ? മഞ്ഞക്കുറ്റിയാണ്. കേരളമൊട്ടാകെ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റി വലിയ വിവാദമായിരുന്നു, വലിയ പ്രതിഷേധമായിരുന്നു. കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന ആ റെയിൽ പദ്ധതി മാറിയതിന് ശേഷം ആണിപ്പോൾ പുതിയ ട്രെയിൻ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്കാണ് ശബരിപാത ട്രാക്കിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത മനോരമ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നത്. 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാൻ മന്ത്രിസഭ തീരുമാനം. എരുമേലി പുനലൂർ ബാലരാമപുരം വരെ നീട്ടാനുള്ള സർവേക്ക് 2 കോടി എന്നുള്ള വാർത്ത അത് മാപ്പ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട സ്റ്റേഷൻ? 14 സ്റ്റേഷനുകൾ അതിനകത്തുണ്ടാകും. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ,
ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിങ്ങനെയുള്ള സ്റ്റേഷൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാന വേദനാജനകമായ ഒരു വാർത്ത അത് മനോരമ കൊടുത്തിട്ടുണ്ട്. മരണക്കളി എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ചാനലുകളിലൊക്കെ ആ വാർത്ത കണ്ടതാണ്. ഗെയിം മുടക്കിയതിൽ പ്രതിഷേധിച്ച് 3 സഹോദരിമാർ ജീവനൊടുക്കിയ വളരെ സങ്കടകരമായ വാർത്ത. ഫ്ലാറ്റിലെ 9ാം നിലയിൽ നിന്ന് ഒന്നിച്ച് ചാടിയാണ് അവർ മരിച്ചത്. അത് ഗാസിയാബാദിലാണ്, ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നത്. ഈ ഗെയിം കളിക്കുന്ന കുട്ടികൾ അതിൽ വലയിൽ വീഴുന്നതും അവരതിൽ ആകൃഷ്ടരായി അത് ഒരു ഭ്രാന്തമായ ഒരു അഡിക്ഷൻ അതിലേക്ക് വരികയാണ്. ആ മൊബൈൽ പിടിച്ച് അച്ഛൻ വാങ്ങി വെച്ചതിലുള്ള വിരോധം, ആ ഗെയിമിനോടുള്ള അമിതമായ ആസക്തി, അതൊക്കെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് ആ 3 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. 16 വയസ്സാണ് നിഷിക, 14 വയസ്സാണ് പ്രാജിക്ക്, 12 വയസ്സാണ് പഖി. 3 പെൺമക്കൾ അവർ ആ വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു എന്നുള്ള വാർത്ത ഇത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കുട്ടികൾക്ക് നമ്മളെപ്പോഴും മൊബൈൽ കളിക്കാനൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇവർ ചില ഗെയിമുകളിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇതിലൊന്നും പെടാതെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്, അല്ലേ? ആ വാർത്ത വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. മറ്റേ ഒരു പ്രധാന വാർത്ത ഈ SIR വിഷയത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവർ തന്നെ കോടതിയിൽ വാദം നടത്തിയെന്നുള്ള വാർത്തയാണ്. അഡ്വക്കേറ്റ് ചീഫ് മിനിസ്റ്റർ മമത എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. മനോരമ ആ ഒരു തലക്കെട്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ശബരിപാത കത്തയച്ച് പാഴാക്കിയത് 10 വർഷം. നമ്മൾ നേരത്തെ പറഞ്ഞത് 10 വർഷം പാഴാക്കി കളഞ്ഞു. അതായത് ഈ 10 വർഷവും പിണറായി സർക്കാർ ഒന്നും ചെയ്തില്ല. അവസാനം തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ശബരിപാത ഒക്കെ റെഡിയാക്കിയേക്കാം എന്നും പറഞ്ഞ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേപ്പറ്റി വിശദമായ വാർത്തയാണ് ഉൾപേജിൽ. ശബരിപാത കത്തയച്ച് പാഴാക്കിയത് 10 വർഷം, പാത നീട്ടൽ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾക്ക് നേട്ടമാണ് എന്നുള്ള തരത്തിൽ വാർത്ത മനോരമ നൽകുന്നുണ്ട്. അതെ, ഇനി നമുക്കൊന്ന് ദേശീയ മാധ്യമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിട്ടുള്ളത് മമതയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മമത ആർഗ്യൂസ് ഇൻ SC ക്വസ്റ്റ്യൻസ് SIR എന്നുള്ളതാണ് തലക്കെട്ട്. ദ സുപ്രീം കോർട്ട് ഓൺ വെനസ്ഡേ വിറ്റ്നസസ് dramatic scenes as West Bengal Chief Minister Mamata Banerjee appeared in person to make submissions in a case challenging the ongoing special intensive revision of electoral rolls in West Bengal എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നൽകിയത്. ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലും വാർത്തകളുണ്ടല്ലോ. തീർച്ചയായും ഉണ്ട്. അലോ മീ സർ, മമത ആർഗ്യൂസ് അഗൈൻസ്റ്റ് SIR ഇൻ SC എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ തലക്കെട്ട്. ഒപ്പം തന്നെ മണിപ്പൂർ ഗെറ്റ്സ് മീറ്റി CM വിത്ത് കുകി നാഗ ആസസ് ഡെപ്യൂട്ടീസ് എന്നുള്ളതാണ്. അതായത് മണിപ്പൂരിലെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വളരെ ചെറിയൊരു വാർത്തയായി അവർ നൽകിയിട്ടുണ്ട്. മറ്റ് പേജുകളിൽ പേജ് 11-ാമത്തെ പേജിൽ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ വളരെ ചെറിയ ഒരു വാർത്തയായിട്ടാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. യുംനം ഖേംചന്ദ് സിംഗ് ഓഫ് BJP വാസ് sworn in Wednesday as the CM of Manipur's reinstated NDA government along with കുക്കി ലെജിസ്ലേറ്റർ നിങ്ച കിപ്ഗൻ ആൻഡ് നാഗ എന്നുള്ള രീതിയിലാണ് വാർത്ത നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ സമയമില്ലാത്തത് കൊണ്ടല്ലേ. അതെ. എന്തായാലും ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചുരുക്കി നമുക്ക് പറയാൻ സാധിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ്.